അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വമിൻ ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശനങ്ങൾ അതിജീവിച്ച പ്രവാചകൻ എന്നതാണ്. ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനായ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമമായിരിക്കും. കാരണം അദ്ദേഹം അത്രയും അധികം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകത്വം ലഭിച്ച നാൾ മുതൽ തുടങ്ങിയ വിമർശനം ഇന്നും തുടരുന്നു. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ മണലാരണ്യ പ്രദേശമായ മക്കയിൽ ഭൂജാതനാവുകയും തുല്യതയില്ലാത്ത ധാർമ്മിക വിപ്ലവത്തിന് നായകത്വം വഹിക്കുകയും ചെയ്ത മഹാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാനവർക്ക് മാർഗദർശിയായി അള്ളാഹു നിയോഗിച്ച തിരുദൂതർ. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ ഹിയ മിൻ സൂറത്തുൽ അഹ്സാബ്. അന്ത്യനാൾ വരേക്കും ലോകർക്ക് കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മദ്യവും മദിരാക്ഷിയും ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായി കണ്ടിരുന്നൊരു സമൂഹം നിസ്സാര കാര്യങ്ങൾക്ക് പോലും തർക്കവും യുദ്ധവും ശീലമാക്കിയിരുന്നൊരു ജനവിഭാഗം. തറവാടിൻ്റെയും കുലമഹിമയുടെയും പേരിൽ പെരുമ നടിച്ചും കലയിച്ചും കഴിഞ്ഞുകൂടിയിരുന്നവർ, കൊള്ളയും കൊലപാതകവും ഹരമായി കണ്ടിരുന്നവർ, പലിശയും ചൂതാട്ടവും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവർ, അതേ സാംസ്കാരികമായി അങ്ങേയറ്റം മതം പതിച്ചൊരു ജനത. ഇവർക്കിടയിൽ നിന്നാണ് സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായിരുന്ന മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ വളർന്നു വന്നത്. അന്ധകാര നിബിഡമായ അന്തരീക്ഷത്തിൽ വെളിച്ചത്തിൻ്റെ കണികയായി ആ യുവാവ് മക്ക മണ്ണിൽ ജീവിച്ചു. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യകൾക്കിടയിൽ ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ നിലനിന്നിരുന്ന തിന്മകളിൽ നിന്നും സാമൂഹിക ജീർണതകളിൽ നിന്നും അകന്നു നിന്നു. ഉന്നത ധാർമ്മിക നിലവാരവും സ്വഭാവ സവിശേഷതകളും ഒത്തിണങ്ങിയ ഒരു യുവാവ്. കള്ളവും ചതിയും വ്യാപകമായിരുന്ന കാലത്ത് സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ യുവാവിനെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേര് നൽകി ജനങ്ങൾ ആദരിച്ചു. 40-ാമത്തെ വയസ്സിൽ വഹീൻ്റെ ആദ്യാക്ഷരം ലഭ്യമായ ഉടനെ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്ന സമയത്ത് അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആളുകൾ കള്ളനും മാരണക്കാരനും അങ്ങനെയുള്ള പേരുകൾ കൊണ്ട് അഭിസംബോധനം ചെയ്തു. ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ചു. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃതിയാണ് എന്നതാണ് മറ്റൊരു ആരോപണം. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോവിഭ്രാന്തിയിൽ നിന്ന് രൂപം കൊണ്ടതാണെന്നും അത് പ്രവാചകൻ്റെ മായിക ബ്രഹ്മങ്ങളും സങ്കല്പങ്ങളും ചുണ്ടിലൂടെ ഉതിർന്നു വീണതാണെന്നുമൊക്കെയാണ് ഖുർആനെ സംബന്ധിച്ച് പ്രവാചകനെ ലാക്കാക്കി വിമർശനമുണ്ട്. ഈ വക ആരോപണങ്ങളെല്ലാം അവിടുത്തെ ജീവിതകാലത്ത് തന്നെ നബിയുടെ പ്രതിയോഗികൾ ഉന്നയിച്ചവയായിരുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി ഖാഹിനി ഖലീലൻ മാ തദക്കറൂൻ തൻസീലൻ മിൻ റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ ഇവയ്ക്കെല്ലാം ഇതുപോലെ മറുപടി നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, പ്രസ്തുത ആരോപണങ്ങൾ ഉന്നയിച്ചവരിൽ പലരും പിന്നീട് പ്രവാചകൻ്റെ അനുയായികളും ഖുർആൻ പ്രചാരക്കാരുമായി മാറിയിട്ടുമുണ്ടായി. പ്രവാചകൻ്റെ എതിരാളികളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു അവിടുത്തെ പിതൃവിൻ അബൂലഹബ്. പ്രവാചകൻ്റെ മുഖത്തേക്ക് തുപ്പുകയും പ്രവാചകന് നേരെ ശാപവാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്ത അബൂലഹബിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഖുർആൻ വചനം വരെ അവതരിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ 111-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അബൂലഹബിൻ്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. ഈ വചനം അവതരിച്ച് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞാണ് അബൂലഹബിനെ ആളുകളെല്ലാം വെറുക്കുന്ന ഒരു വികൃത രോഗം ബാധിച്ച് മരണപ്പെടുന്നത്. ഈ ഒരു വചനം ആരും എങ്ങനെ വിമർശിച്ചാലും പ്രവാചകൻ്റെ പ്രസക്തിയും പ്രവാചകൻ്റെ സന്ദേശവും ഒരിക്കലും തകർക്കാൻ കഴിയാത്ത രീതിയിൽ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല എന്ന് പ്രക്ഷോഭിക്കുന്നുണ്ട്. ആ പ്രവാചകനെ മാതൃകകളും ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.